നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിലെ 3 വനിതാ നേതാക്കളടക്കം 8 BJP നേതാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു. തുടർച്ചയായി ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെ ചുമത്തുന്ന CRPC 107 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ പോകുന്ന റെയിൽവേ പാലത്തിലൂടെ നടന്നുപോയിരുന്ന 4 പേർക്ക് അപകടം സംഭവിച്ചതായി സംശയം. ഒരാളെ ട്രെയിൻ തട്ടിയതായും 3 പേർ പുഴയിലേക്ക് ചാടിയതായും അഭ്യൂഹം. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. 3 അംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത്. 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിലെ 3 വനിതാ നേതാക്കളടക്കം 8 BJP നേതാക്കളുടെ പേരിൽ തുടർച്ചയായി ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെ ചുമത്തുന്ന CRPC 107 വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ KS വിനോദ്, സെൽവൻ മണക്കാട്ടുപടി, നഗരസഭാ കൗൺസിലർ KS ശിവറാം, വ്യാപാരി വ്യവസായി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ, ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആശാലത, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരായ താര അജിത്, സിനി സെൽവരാജ് എന്നിവരുടെ പേരിലാണ് കേസെടുത്തത്. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്ത വിശ്രമ കേന്ദ്രത്തിന് കഴിഞ്ഞ വർഷം ദേവസ്വം അനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ഇവർ സജീവമായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ക്രിമിനലുകൾക്കെതിരെ ചുമത്തുന്ന വകുപ്പ് പ്രകാരം BJP നേതാക്കളുടെ പേരിൽ കേസെടുത്തതെന്നാണ് അറിയുന്നത്. ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ പോകുന്ന റെയിൽവേ പാലത്തിലൂടെ നടന്നുപോയിരുന്ന 4 പേർക്ക് അപകടം സംഭവിച്ചതായി സംശയം. ഒരാളെ ട്രെയിൻ തട്ടിയതായും 3 പേർ പുഴയിലേക്ക് ചാടിയതായും അഭ്യൂഹം. ലോക്കോ പൈലറ്റും സിഗ്നൽ സെന്ററിലെ ജീവനക്കാരും റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഏകദേശം 1 മണിയോടെ ചാലക്കുടി പാലത്തിലൂടെ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ കടന്നു പോകുമ്പോൾ റെയിൽപാലത്തിലൂടെ 4 പേർ നടന്നുപോയിരുന്നതായും അതിൽ ഒരാളെ ട്രെയിൻ തട്ടുകയും മറ്റു 3 പേർ പുഴയിലേക്ക് ചാടുകയും ചെയ്തതായി ലോക്കോ പൈലറ്റും സിഗ്നൽ സെന്ററിലെ ജീവനക്കാരും റെയിൽവേ അധികൃതരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിൽ യാതൊന്നും കണ്ടെത്താനായില്ല. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ രവിയുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടക്കുകയാണ്. യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. 3 അംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത്. 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് സംഭവം. പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത്. അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് വടിവാൾ കൊണ്ട് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ തർക്കമുണ്ടാവുകയും തുടർന്ന് ഗ്രൗണ്ടിന് സമീപമെത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. മലങ്കര വർഗീസ്, ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്. 3 പ്രതികളെയും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും. കർണാടക സർക്കാരുമായും ദുരന്ത നിവാരണ സേനയുമായും ബന്ധപ്പെട്ട് അർജുനന്റെ രക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. മതിലകം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം പ്രാഥമിക സഹകരണ ബാങ്കുകൾ നടത്തിവരുന്ന വായ്പാ നിക്ഷേപ പ്രവർത്തനങ്ങൾക്കുപരിയായി കാർഷിക മേഖലയിലും സോളാർ വൈദ്യുതി, LED ലൈറ്റ് മേഖലയിലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ആകെ മാതൃകയാണെന്നും K രാജൻ പറഞ്ഞു. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട നിരന്തരമായ പരിപാടികളും യോഗങ്ങളും തുടർച്ചയായി നടത്തുന്നതിനിടയിൽ ഉള്ള ഒരു ദിവസം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളിൽ പങ്കാളിയാകാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനും ദൃഢമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. നമ്മുടെ നാട് ഇന്ന് പേര് പോലും 4 ദിവസം മുമ്പ് മാത്രം കേട്ടുപരിചയമുള്ള ഒരു മനുഷ്യന് വേണ്ടി കഴിയുകയാണ്. പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശയമൊക്കെയായി
കർണാടകയിൽ അങ്ങോളയിൽ മണ്ണിനടിയിൽ പോയി 4 ദിവസം മുമ്പ് നമുക്ക് ആർക്കും പരിചിതമില്ലാതിരുന്ന, എന്നാൽ 4 ദിവസത്തിനിടയിൽ ദേശങ്ങളും ഭാഷകളും ഒക്കെ കടന്ന് നമ്മുടെ ഒരു അനുജനോ സഹോദരനോ ഒക്കെയായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളായി മാറിയ അർജുന എന്ന മനുഷ്യന് വേണ്ടി നമ്മുടെ നാട് കേൾക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി കർണാടക ഗവൺമെന്റുമായും ദേശീയ ദുരന്ത നിവാരണ സേനയുമായും കർണാടകത്തിലെ വിവിധ വകുപ്പ് നേതാക്കളുമായും കർണാടക ഗവൺമെന്റ് നടത്തുന്ന ഒരു പരിപാടിയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടുള്ള പരിശ്രമത്തിനിടയിലാണ് ഈ ഗവൺമെന്റ്. പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു ദുരന്തത്തിന്റെ ദുഃഖത്തിനിടയിൽ ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം പുലർത്തുന്ന ഔന്നിത്യത്തെക്കുറിച്ചും ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം നടത്തുന്ന സമാനതകളില്ലാത്ത സംഘടനകളെക്കുറിച്ചും ആണ്. ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. സത്യജിത് റേ, ഭരത് പി.ജെ. ആന്റണി സ്മാരക ദേശീയ സംസ്ഥാന ഡോക്യുമെന്ററി അവാർഡുകൾ കരസ്ഥമാക്കിയ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസിനെ മന്ത്രി കെ രാജൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തഴപ്പായ തൊഴിൽ മേഖലയെ അധികരിച്ച് ദൂരദർശന് വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കാണ് സുബിന് ദേശീയതലത്തിൽ അവാർഡുകൾ ലഭിച്ചത്. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 100-ലധികം ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ, മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് TC സിനി തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തുറമുഖ വകുപ്പ് തടഞ്ഞു. ബോട്ടിന് ആവശ്യമായ വാർഷിക പരിശോധനാ റിപ്പോർട്ടും ക്രൂസ് ലൈസൻസും യോഗ്യതയുള്ള ജീവനക്കാരും ഇല്ലാത്തതിനാലാണ് ശനിയാഴ്ച മുതൽ സർവീസ് തടഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ 25,000 രൂപ പിഴയിട്ടിരുന്നുവെങ്കിലും കരാറുകാർ തുക അടച്ചിട്ടില്ലെന്ന് പോർട്ട് ഓഫീസർ S. കിരൺ പറഞ്ഞു. ഫെറിയിൽ 2008 മുതൽ നടന്നിരുന്ന ജങ്കാർ സർവീസ് ജില്ലാ പഞ്ചായത്ത് അവസാനിപ്പിച്ചിരുന്നു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം അതിവേഗം നടക്കുന്നുണ്ട്. പുഴയിൽ പില്ലറുകൾ സ്ഥാപിക്കുന്നതിനാൽ സർവീസ് സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. വലിയ തുക മുടക്കി ജങ്കാർ നടത്തുന്നത് ബാധ്യതയാകുമെന്ന് കണ്ടെത്തിയാണ് സർവീസ് അവസാനിപ്പിച്ചത്. തുടർന്ന് തീരദേശത്ത് യാത്രാക്ലേശം രൂക്ഷമായതിനെ തുടർന്ന് യാത്രാ ബോട്ട് ഓടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. GST ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയ്ക്ക് ഫെറി ലേലം ചെയ്യുകയും കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ബോട്ട് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. അഴീക്കോട് മുനമ്പം പാലം പണിയുടെ ഭാഗമായി പാലം കരാറുകാരും ഫോർട്ട് അധികൃതരും ചേർന്ന് ഓരോ കാരണങ്ങളുണ്ടാക്കി ഫെറിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്ന് കരാറുകാർ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി ഗവൺമെന്റ് MRSലെ ഗ്രൗണ്ട് ലഭ്യമാക്കാൻ നടപടി ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ +2 വരെ 320ഓളം കുട്ടികൾ താമസിച്ചു പഠിച്ചു വരുന്നുണ്ട്. തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ഫീൽഡ് വിസിറ്റായിരുന്നു MRSലേത്. സ്കൂൾ പ്രിൻസിപ്പൽ രാഗിണി R, ഹെഡ്മാസ്റ്റർ ബെന്നി KB, സീനിയർ സൂപ്രണ്ട് മൃദുല KN എന്നിവരോട് സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ സ്കൂൾ പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്കൂളിന് മൈതാനം ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തു. DFOയോട് ഒന്നിച്ച് സ്ഥല പരിശോധന നടത്തി ഗ്രൗണ്ട് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കാൻ അധികൃതരോട് നിർദ്ദേശിച്ചു. വിദ്യാർത്ഥിനികളുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം മാർഗനിർദ്ദേശങ്ങളും നൽകി സൗഹൃദം പങ്കുവച്ച് ഉച്ചഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത്. ചാലക്കുടി DFO M. വെങ്കടേശ്വരൻ, പട്ടികവർഗ വികസന ഓഫീസർ ഹെറാൾഡ് ജോൺ, പരിയാരം പ്രൊബേഷണറി റേഞ്ച് ഓഫീസർ അനൂപ് സ്റ്റീഫൻ, ഫോറസ്റ്റർ ബിപിൻ ചന്ദ്രൻ നഗരവനം എന്നിവർ അനുഗമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിലെ 3 വനിതാ നേതാക്കളടക്കം 8 BJP നേതാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു. തുടർച്ചയായി ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെ ചുമത്തുന്ന CRPC 107 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ പോകുന്ന റെയിൽവേ പാലത്തിലൂടെ നടന്നുപോയിരുന്ന 4 പേർക്ക് അപകടം സംഭവിച്ചതായി സംശയം. ഒരാളെ ട്രെയിൻ തട്ടിയതായും 3 പേർ പുഴയിലേക്ക് ചാടിയതായും അഭ്യൂഹം.
തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. 3-അംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത്. 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.